നമസ്കാരം, ഋഷിപ്രോക്തം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇപ്പോൾ നമ്മൾ വിദ്യാർത്ഥികളുടെ പരീക്ഷാ വിജയത്തിനും പഠന പുരോഗതിക്കും ഒക്കെ ആയിട്ട് ചെയ്യേണ്ട കാര്യങ്ങളും അറിഞ്ഞിരിക്കേണ്ട വിഷയങ്ങളുമാണ് പറഞ്ഞു വരുന്നത്. നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം. ഇപ്പോൾ നമുക്ക് ആയില്യം നക്ഷത്രക്കാരായിട്ടുള്ള വിദ്യാർത്ഥികൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളും അവരുടെ രക്ഷകർത്താക്കൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളിലേക്ക് കടക്കാം. ആയില്യം നക്ഷത്രക്കാർ ഒരുപാട് തെറ്റിദ്ധരിക്കപ്പെടുന്നവരാണ്. ചതിക്കാത്തവരാണെങ്കിലും മറ്റുള്ളവരുടെ സംശയത്തിന് പാത്രീഭൂതരാകാൻ ഇവർക്ക് നിയോഗമുണ്ട്. കഠിനാധ്വാനം ചെയ്താലും അത്രയ്ക്ക് നേട്ടം വരില്ല എന്ന് തന്നെ പറയണം. ഏത് പ്രതിസന്ധിയും തരണം ചെയ്യാൻ ഇവർക്ക് കഴിയുന്നതുമാണ്. പിശുക്ക് ഇവർക്ക് ഇല്ലാതില്ല. കോപം വന്നാൽ ചുറ്റുപാടുകൾ മറക്കുന്നവരാണ്. ശത്രുജയം ഇവരുടെ കൂടപ്പിറപ്പാണ്. ഒപ്പം നഷ്ടസ്വപ്നങ്ങളും മറ്റുള്ളവരുടെ കുറ്റം കണ്ടെത്താൽ മിടുക്ക് ഉള്ളവരുമാണ്. അല്പം അസൂയ ഉള്ളവരാകാനാണ് സാധ്യത. സത്കീർത്തിയും ദുഷ്കീർത്തിയും നേടാൻ സാധ്യതയുണ്ട്. സന്ദർഭോചിതമായി പെരുമാറാനും കാര്യങ്ങളെ ഗൗരവത്തോടെ സമീപിക്കാനും മിടുക്കരാണ് ഇവർ. പ്രീണിപ്പിച്ചാൽ പെട്ടെന്ന് പ്രസാദിക്കും. നല്ല പാണ്ഡിത്യം നേടുന്നവരാണ് ഇവർ. ചില കാര്യങ്ങളിൽ മാത്രം ഭീരുക്കളാണ്. ഉപകാര സ്മരണ ഇവർക്ക് തൊട്ട് നീണ്ടിയിട്ടില്ല. കൗശല ബുദ്ധി ഒട്ടും കുറയില്ലാത്തവരാണ് ഇവർ. അത്യാവശ്യത്തിന് കള്ളം പറയാൻ ഒരു മടിയും ഉണ്ടാവില്ല. പ്രതികാരമുള്ള സ്വഭാവക്കാരാണ് ഇവർ. ഭരണ സാമർഥ്യമുള്ളവരാണ്. സാമ്പത്തിക നില ഉയർന്നു വരുന്നവരാണ്. രാശ്യാധിപൻ ചന്ദ്രനും നക്ഷത്രാധിപൻ ബുധനുമായ ആയില്യ നക്ഷത്രക്കാർ ആയില്യവും ബുധനാഴ്ചയും ചേർന്ന ദിവസം വ്രതാനുഷ്ഠാനം ചെയ്യേണ്ടതാണ്. പച്ച, വെള്ള നിറം, വടക്ക് ദിക്ക്, 5 എന്ന സംഖ്യയൊക്കെ ഇവർക്ക് ഭാഗ്യദായകങ്ങളാണ്. ഓം അനന്തം വാസുകീം ശേഷം പത്മനാഭം ച കമ്പളം ശംഖപാലം ധൃതരാഷ്ട്രം തക്ഷകം കാളിയം തഥാ ഏതാനി നവനാഗാനി മഹാത്മനാം എന്ന നവനാഗസ്തുതി ജപിക്കേണ്ടതാണ്. കൂടാതെ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ബുധനാഴ്ചകളിൽ ദർശനം നടത്തുന്നതും വെണ്ണ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതും വിജയപ്രദമാണ്. വിദ്യാരാജഗോപാല യന്ത്രം ധരിക്കുന്നതും വിദ്യാരാജഗോപാല അർച്ചന നടത്തുന്നതും ഒക്കെ ഗുണപ്രദമാണ്. 27 നക്ഷത്രക്കാരുടെയും അറിയേണ്ടതെല്ലാം എന്നുള്ള വീഡിയോ കണ്ടിട്ടില്ലാത്തവർ കാണുക. വളരെ ഗംഭീരമായിട്ട് 2 ഭാഗങ്ങളിലായിട്ട് ഓരോ നക്ഷത്രക്കാരുടെയും സമ്പൂർണ്ണ സ്വഭാവ സവിശേഷതകളും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളും എല്ലാം അറിയിച്ചിട്ടുണ്ട്. വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെടും, അത് കാണുക എന്ന് അഭ്യർത്ഥിക്കുന്നു. ഈ വിഷയം നിങ്ങൾക്ക് പ്രയോജനപ്പെടുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമന്റായിട്ട് അറിയിക്കുക. മറ്റു വിഷയങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം, ശുഭദിനം.